ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. രംഗത്ത്. ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനയിൽ പങ്കാളിയാണോ എന്നും ഗ്ലോബൽ പ്രോഗ്രസീവ് അലയൻസിന്റെ ഭാഗമാണോ എന്ന് തുടങ്ങി പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പി. ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയെ തകർക്കാൻ രാഹുൽ പലകുറി ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി തന്നെ കൂട്ടുപിടിച്ചതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് അതിനെ നിഷേധിക്കുന്ന പ്രവണതയും ഉണ്ടായിട്ടുണ്ട്. ജോർജ് സോറോസും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ബന്ധമാണിപ്പോൾ ബി.ജെ.പി. ചികയുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. കോൺഗ്രസ് പാർട്ടി ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി തന്നെ ഒത്തുകളിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ബി.ജെ.പി. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ജർമ്മൻ സന്ദർശന വേളയിൽ പോലും ഗ്ലോബൽ പ്രോഗ്രസീവ് അലയൻസിന്റെ ഭാഗമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തെക്കുറിച്ചും ബി.ജെ.പി. പ്രത്യേകമായി തന്നെ എടുത്തു പരാമർശം നടത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ സഖ്യവുമായുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള സാം പീട്രോയുടെ പരാമർശങ്ങൾക്കെതിരെയും ബി.ജെ.പി. ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ വിരുദ്ധ പ്രചരണം പ്രചരിപ്പിക്കുന്നതായും ബി.ജെ.പി. ഇവിടെ കുറ്റപ്പെടുത്തുകയും ജോർജ് സോറോസും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം എടുത്തു കാണിക്കുന്ന ചില കാര്യങ്ങൾ എടുത്തു സൂചിപ്പിക്കുകയുമാണ് ബി.ജെ.പി. ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ദീർഘകാല ഉപദേഷ്ടാവായ സാം പീട്രോഡോ ആകട്ടെ കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം അബദ്ധവശാലെങ്കിൽ പോലും തുറന്നു കാട്ടിയത് വലിയ രീതിയിൽ ഇവിടെ എടുത്തു ഗുണം ചെയ്തിരിക്കുകയാണ് എന്നതാണ് ബി.ജെ.പി. എം.പിയായ സുധാംശു ത്രിവേദി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ തന്നെ സാം പീട്രോഡോ ആകട്ടെ കോൺഗ്രസ് പാർട്ടി ഗ്ലോബൽ പ്രോഗ്രസീവ് അലയൻസ് എന്ന സഖ്യത്തിന്റെ ഭാഗമാണ് എന്നും അതിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ജർമ്മനിയിലേക്ക് പോയതാണ് എന്നതാണ് വ്യക്തമാക്കിയത്. ഇതോടുകൂടി തന്നെ ഇന്ത്യ വിരുദ്ധവും ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്നതുമായ നിരവധി സംഘടനകളുടെ ശൃംഖലയുടെ ഭാഗമായ ഒരു സംഘടനയുമായി ഈ സഖ്യത്തിന് ബന്ധമുണ്ടെന്ന് തന്നെയായിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആഗോള പ്രോഗ്രസീവ് അലയൻസും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അടക്കം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും സാം പീട്രോഡോ അതിൽ അംഗമാണ് എന്ന് തന്നെയാണ് പറയുകയും ചെയ്തത്. ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അതേപോലെ തന്നെ സാം പീട്രോയുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം കോൺഗ്രസ് പാർട്ടി ഇന്ത്യ വിരുദ്ധ ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ മാറിയിട്ടുണ്ടോ എന്നും ഇന്ത്യ വിരുദ്ധ ആഗോള ശക്തികളുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടോ എന്ന് പല ചോദ്യങ്ങൾ ചോദിക്കാനായി തന്നെ അതിൽ അവസരം കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ സാം പീട്രോയുടെ ഒരു വീഡിയോ അടക്കം ഇപ്പോൾ ത്രിവേദി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സഖ്യത്തെക്കുറിച്ച് പീട്രോഡോ സംസാരിക്കുന്നത് കേൾക്കുകയും തുടർന്ന് തന്നെ സോറോസുമായി ബന്ധപ്പെട്ട ഒരു ആഗോള ശൃംഖലയുമായുള്ള രാഹുലിന്റെ ബന്ധമടക്കം കോൺഗ്രസ് പരസ്യമായി സമ്മതിക്കുന്നതും ഇതിൽ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സഭയിൽ പോലും വരാതെ കോൺഗ്രസ് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി വിദേശയാത്രകൾ നടത്തിയത്. അതും ജർമ്മനിയിൽ പോയി അവിടെ നിന്നുപോലും ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ ഇന്ത്യ വിരുദ്ധത വിളിച്ചുകൂവുകയും മൈക്കിലൂടെ വിളിച്ചുകൂവുന്ന അവസരം വരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.